Dear students, today we are discussing a term that is securitization as a part of different sources of capital. Okay, securitization involves pooling of various types of assets. We will pool various assets. Assets may be contractual debt and non-debt assets. അസറ്റ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്, ഡെറ്റ് അസറ്റ്സ്, നോൺ ഡെറ്റ് അസറ്റ്സ്. ഡെറ്റ് അസറ്റ്സുകൾക്ക് എക്സാമ്പിൾ പറയുകയാണ് സച്ച് ആസ് റെസിഡൻഷ്യൽ മോർട്ട്ഗേജസ്, കൊമേഴ്ഷ്യൽ മോർട്ട്ഗേജസ്, ഓട്ടോ ലോൺസ്, ക്രെഡിറ്റ് കാർഡ് ഡെറ്റ് ഒബ്ലിഗേഷൻസ്. ഇങ്ങനെയുള്ള ഡെറ്റ് അസറ്റ്സ് ഓർ നോൺ ഡെറ്റ് അസറ്റ്സ്, ഇങ്ങനെ ഡെറ്റ് രൂപത്തിലല്ലാതെ, കടം രൂപത്തിലല്ലാതെ മറ്റ് അസറ്റുകൾ, മെഷീനറി, ഫർണിച്ചർ, ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഏതും അസറ്റും ആവാം. ഇങ്ങനെയുള്ള വി വിൽ പൂൾ വേരിയസ് ടൈപ്സ് ഓഫ് കോൺട്രാക്ച്വൽ ഡെറ്റ് ഓർ നോൺ ഡെറ്റ് അസറ്റ്സ് വിച്ച് ജനറേറ്റ് റിസീവബിൾസ്. റിസീവബിൾസ് ഉള്ള ഇൻകം ഉണ്ടാക്കുന്ന ഡെറ്റ് അസറ്റായാലും നോൺ ഡെറ്റ് അസറ്റായാലും ഇൻകം ഉണ്ടാക്കുന്ന അസറ്റുകളൊക്കെ നമ്മൾ പൂൾ ചെയ്യും, ഒരുമിച്ച് കൊണ്ടുവരും, ബ്രിങ്ങിങ് ടുഗദർ. Okay, and selling their related cash flows to third party investors as securities. ഈ അസറ്റുകളുടെ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിന്, റിലേറ്റഡ് ക്യാഷ് ഫ്ലോസ്, ഈ അസറ്റുകളിൽ നിന്ന് നമുക്ക് ഓരോ വർഷം ഇൻകം ഉണ്ടാവാം, മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ തിരിച്ച് നമുക്ക് ക്യാഷ് കിട്ടുന്നുണ്ടാവാം. ഇങ്ങനെയുള്ള ക്യാഷ് ഫ്ലോസിനെ വി വിൽ സെൽ ടു എ തേർഡ് പാർട്ടി ആസ് സെക്യൂരിറ്റീസ്. ഇപ്പോൾ നമ്മൾ ഈ അസറ്റുകളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒരു സെക്യൂരിറ്റിയായി, ഫോർ എക്സാമ്പിൾ ബോണ്ടായി കൺവേർട്ട് ചെയ്ത് ഈ ബോണ്ടുകളെ നമുക്ക് എന്ത് ചെയ്യാം, തേർഡ് പാർട്ടിക്ക് സെയിൽസ് നടത്താം. വിച്ച് മേ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ബോണ്ട്, അല്ലേ? അങ്ങനെയുള്ള വിൽക്കുന്ന സെക്യൂരിറ്റീസിന് ബോണ്ട് എന്ന് പറയും, പാസ് ത്രൂ സെക്യൂരിറ്റീസ് എന്ന് പറയാം, കൊളാറ്ററലൈസ്ഡ് ഡെറ്റ് ഒബ്ലിഗേഷൻസ് എന്ന് പറയാം. ഇങ്ങനെ വിൽക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സെക്യൂരിറ്റൈസേഷൻ എന്ന് പറയുന്നത്. I think there may be some confusion. For example, we have an investment. That investment gives us return. ആനുവലായിട്ട് നമ്മൾ റിട്ടേൺ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ റിട്ടേൺ എന്ന് പറയുന്നത് നമുക്ക് ഫ്യൂച്ചറിൽ കിട്ടുന്നതാണ്, പക്ഷേ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കുറച്ച് ക്യാപിറ്റൽ വേണം. സോ ഈ ആനുവലായിട്ട് നമുക്ക് കിട്ടാനുള്ള സെക്യൂരിറ്റീസിൻ്റെ റിട്ടേണിനെ വി വിൽ കൺവേർട്ട് ആസ് എ ബോണ്ട്. ആ റിട്ടേൺസിന് പകരം, ആ ഇൻകത്തിന് പകരം നമ്മളൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യും. ദിസ് ബോണ്ട് ഈസ് ഇഷ്യൂഡ് ടു ദ പബ്ലിക്. ഈ ബോണ്ട് നമ്മൾ എന്ത് ചെയ്യും, പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തുകൊണ്ട് ഫണ്ട് റേസ് ചെയ്യും. അപ്പോൾ അങ്ങനെ റേസ് ചെയ്യുമ്പോൾ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഈ ബോണ്ടിൽ പർച്ചേസ് ചെയ്ത ആളുകൾക്ക് നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന്, നമ്മുടെ അസറ്റിൽ നിന്ന് കിട്ടുന്ന ആനുവൽ റിട്ടേൺസ് ഉപയോഗിച്ചുകൊണ്ട് പേയ്മെൻറ്റ് നടത്താൻ സാധിക്കും. ഇങ്ങനെ നമ്മുടെ അസറ്റുകളെ സെക്യൂരിറ്റീസായി, ബോണ്ട് പോലുള്ള സെക്യൂരിറ്റീസായി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സെക്യൂരിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആ ഡെഫിനേഷനിലൂടെ ഒന്നുകൂടി പോവാം. പൂളിംഗ് ഓഫ് വേരിയസ് കോൺട്രാക്ച്വൽ ഡെറ്റ് ഓർ നോൺ ഡെറ്റ് അസറ്റ്സ് വിച്ച് ജനറേറ്റ് റിസീവബിൾസ്, സെല്ലിംഗ് ദെയർ റിലേറ്റഡ് ക്യാഷ് ഫ്ലോസ് ടു തേർഡ് പാർട്ടീസ് ആസ് സെക്യൂരിറ്റീസ്. ദിസ് ഈസ് കോൾഡ് സെക്യൂരിറ്റൈസേഷൻ. ഓക്കെ, ഇവിടെ നമ്മൾ അസറ്റ് ഉപയോഗിക്കുമെന്ന് പറഞ്ഞല്ലോ, ഡെറ്റ് നോൺ ഡെറ്റ് അസറ്റ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ദ സെക്യൂരിറ്റീസ് ബാക്ക്ഡ് ബൈ മോർട്ട്ഗേജ് റിസീവബിൾസ് ആർ കോൾഡ് മോർട്ട്ഗേജ് ബാക്ക്ഡ് സെക്യൂരിറ്റീസ്. നമ്മൾ ഡെറ്റ് അസറ്റ്, നോൺ ഡെറ്റ് അസറ്റ് എന്ന് രണ്ട് കാറ്റഗറിയിൽ തിരിച്ചു. ഡെറ്റ് അസറ്റുകളാണ് ഫസ്റ്റ് കാറ്റഗറി, മോർട്ട്ഗേജ് റിസീവബിൾസ്. സോ സെക്യൂരിറ്റീസ് ബാക്ക്ഡ് ബൈ മോർട്ട്ഗേജ് റിസീവബിൾസ് ആർ കോൾഡ് MBS, മോർട്ട്ഗേജ് ബാക്ക്ഡ് സെക്യൂരിറ്റീസ്. അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളെ നമ്മൾ മോർട്ട്ഗേജ് ബാക്ക്ഡ് സെക്യൂരിറ്റീസ് എന്ന് പറയും. സെക്യൂരിറ്റീസ് ബാക്ക്ഡ് ബൈ അതർ ടൈപ്പ് ഓഫ് റിസീവബിൾസ്, നമ്മൾ നോൺ ഡെറ്റ് അസറ്റ്സ് എന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ അതർ ടൈപ്പ് ഓഫ് റിസീവബിൾസിനെ ബാക്ക് ചെയ്തുകൊണ്ടുള്ള സെക്യൂരിറ്റീസിന് നമ്മൾ അസറ്റ് ബാക്ക്ഡ് സെക്യൂരിറ്റീസ് എന്ന് പറയും. സോ മോർട്ട്ഗേജ് ബാക്ക്ഡ് സെക്യൂരിറ്റീസ്, അസറ്റ് ബാക്ക്ഡ് സെക്യൂരിറ്റീസ്, ഇങ്ങനെ രണ്ട് കാറ്റഗറി ഓഫ് സെക്യൂരിറ്റീസ് എന്ന് നമ്മൾ തിരിക്കുന്നു. ദെൻ നെക്സ്റ്റ്, ദ കൺസിസ്റ്റൻ്റ്ലി റവന്യൂ ജനറേറ്റിംഗ് പാർട്ട് ഓഫ് ദ കമ്പനി മേ ഹാവ് എ മച്ച് ഹയർ ക്രെഡിറ്റ് റേറ്റിംഗ് ദാൻ ദ കമ്പനി ആസ് എ ഹോൾ. ഇവിടെ പറയുന്നത്, ചില സമയങ്ങളിൽ ചില കമ്പനികളേക്കാൾ കൂടുതൽ ആ കമ്പനികളുടെ കൃത്യമായി ജനറേറ്റ് ചെയ്യുന്ന, റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന അസറ്റുകൾക്ക് ക്രെഡിറ്റ് റേറ്റിംഗ് ഉണ്ടാവാം.
ഫോർ എക്സാമ്പിൾ എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ചിലപ്പോൾ പബ്ലിക്കിൻ്റെ അടുത്ത് ഇതേപോലെ ബോണ്ട് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷേ എക്സ് ലിമിറ്റഡ് വിൽ ഹാവ് എ ലീസിങ് കോൺട്രാക്റ്റ്. എക്സ് ലിമിറ്റഡിന് ഒരു ലീസിങ് കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കാം. ഒരു ലീസ്, അയാൾ ലെസ്സറാണ്. സോ ആ ലീസിങ് കോൺട്രാക്റ്റിലൂടെ എക്സ് ലിമിറ്റഡിന് സ്ഥിരമായി വരുമാനമുണ്ട്. ഇത് പബ്ലിക്കിനറിയാം. അപ്പോൾ ഈ ലീസിനെ ബേസ് ചെയ്തുകൊണ്ട്, ലീസിനെ ഒരു അസറ്റാക്കി എടുക്കുക, അതിനെ ബേസ് ചെയ്തുകൊണ്ട് ബോണ്ട് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിക് വാങ്ങാം. അപ്പോൾ കമ്പനിയുടെ ക്രെഡിറ്റ് വർത്തിനെസ്സിനേക്കാൾ ചില അസറ്റുകൾക്ക് ക്രെഡിറ്റ് വർത്തിനെസ് ഉണ്ടാകുമ്പോഴാണ് സാധാരണ ഈ ഒരു ടൂളിലേക്ക് കമ്പനികൾ പോകുന്നത്. Because it is easy for the company and also it will be safe for the investors. Okay, investors are repaid from the principal and interest cash flows collected from underlying asset. നമ്മൾ പറഞ്ഞു ഈ അണ്ടർലൈങ് അസറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്, പ്രിൻസിപ്പൽ ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഇൻവെസ്റ്റേഴ്സിന് റീപേയ്മെൻറ്റ് നടത്തുന്നത്. Then I will discuss some of the parties which are involved in this securitization process. The first party is the originator എന്ന് പറഞ്ഞാൽ ആരുമല്ല, കമ്പനി തന്നെയാണ്. The originator initially owns the assets engaged in the deal. ഈ ഡീലിൽ ഏർപ്പെട്ട അസറ്റ് ഹോൾഡ് ചെയ്യുന്ന, അസറ്റിൻ്റെ ഓണറായ കമ്പനികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒറിജിനേറ്റർ എന്ന് പറയുന്നത്. ദിസ് ഈസ് ടിപ്പിക്കലി എ കമ്പനി ലുക്കിംഗ് ഇൻ ടു എയ്തർ റേസ് ക്യാപിറ്റൽ, റീസ്ട്രക്ചർ ഡെറ്റ് ഓർ അതർ അഡ്ജസ്റ്റ് ഇറ്റ്സ് ഫിനാൻസ്. ഇത് ഉദ്ദേശിക്കുന്നത് കമ്പനി തന്നെയാണ് ക്യാപിറ്റൽ കളക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഡെറ്റ് ക്യാപിറ്റലിലെ ഡെറ്റ് ഇക്വിറ്റി റീസ്ട്രക്ചർ ചെയ്യാനോ പല രൂപത്തിൽ ഇങ്ങനെ ഫണ്ട് കളക്ട് ചെയ്യാം. ഇങ്ങനെ ഉദ്ദേശിക്കുന്ന കമ്പനീനെയാണ് നമ്മൾ ഒറിജിനേറ്റർ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് എ ബിസിനസ് എസ്റ്റാബ്ലിഷ്ഡ് സ്പെസിഫിക്കലി ടു ജനറേറ്റ് മാർക്കറ്റബിൾ ഡെറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് സബ്സീക്വൻറ്റ് സെക്യൂരിറ്റൈസേഷൻ. ഇത് സാധാരണ കമ്പനികളെ കൂടാതെ തന്നെ ഇതിനു വേണ്ടി ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ബിസിനസ്സുകളെയും ഒറിജിനേറ്റർ എന്ന രൂപത്തിൽ വരാം. ദെൻ സെക്കൻഡ് ഇഷ്യൂവറാണ്. കമ്പനിയല്ല പബ്ലിക്കിന് എന്ത് ചെയ്യുക, ഈ സെക്യൂരിറ്റീസ് വിൽക്കുക. A suitably large portfolio of assets pooled and transferred to a special purpose vehicle called issuer. കമ്പനി ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഈ അസറ്റുകളെ പൂൾ ചെയ്തുകൊണ്ട് മറ്റൊരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ പർപ്പസ് അല്ലെ കമ്പനി അല്ലേ, സ്പെഷ്യൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്ന പോലെയാണ് വെഹിക്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സ്പെഷ്യൽ കമ്പനികളെ ഏൽപ്പിക്കും. ആ കമ്പനിയെ നമ്മൾ SPV പറയുന്ന പേര് ഇഷ്യൂവർ എന്നാണ്. ഇറ്റ് ഈസ് എ ടാക്സ് എക്സംപ്റ്റ് കമ്പനി ഓർ ട്രസ്റ്റ് ഫോംഡ് ഫോർ ദ സ്പെസിഫിക് പർപ്പസ് ഓഫ് ഫണ്ടിങ് അസറ്റ്സ്. ഇങ്ങനെ അസറ്റുകൾക്ക് ഫണ്ട് ചെയ്യാൻ അല്ലേ സ്പെസിഫിക്കായി ഫോം ചെയ്തിരിക്കുന്ന ടാക്സ് എക്സംപ്റ്റ് കമ്പനിയാണ് ഇഷ്യൂവർ എന്ന് പറയുന്നത്. Once the assets are transferred to the issuer, there is normally non-recourse to the originator. ഈ അസറ്റ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒറിജിനേറ്റർ കമ്പനിക്ക് ഉത്തരവാദിത്തം ഇല്ല, ബാക്കിയൊക്കെ ഇഷ്യൂവറാണ് ചെയ്യുന്നത്. ദ ഇഷ്യൂവർ ഈസ് ബാങ്ക്രപ്സി റിമോട്ട്. ഇഷ്യൂവർ ബാങ്ക്രപ്സി റിമോട്ടാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്, മീനിങ് ദാറ്റ് ഇഫ് ദ ഒറിജിനേറ്റർ ഗോസ് ഇൻ ടു ബാങ്ക്രപ്സി ദ അസറ്റ്സ് ഓഫ് ദ ഇഷ്യൂവർ വിൽ നോട്ട് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ ക്രെഡിറ്റേഴ്സ് ഓഫ് ദ ഒറിജിനേറ്റർ. അതായത് ഒറിജിനേറ്റർ ബാങ്ക്രപ്റ്റ് ആയാൽ പോലും ഒറിജിനേറ്റർ ഇഷ്യൂവറെ ഏൽപ്പിച്ച അസറ്റുകൾ, ആ അസറ്റുകൾ ബാങ്ക്രപ്സി പ്രൊസീജിയറിലേക്ക് കൊണ്ടുവരില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് പാർട്ടി ഈസ് ഇഷ്യൂവർ. ദെൻ അനദർ പാർട്ടി വരാവുന്ന പാർട്ടിയാണ് അറേഞ്ചർ എന്ന് പറയുന്നത്. ബിക്കോസ് ഓഫ് ദീസ് സ്ട്രക്ചറൽ ഇഷ്യൂസ് ഒറിജിനേറ്റർ ടിപ്പിക്കലി നീഡ് ദ ഹെൽപ്പ് ഓഫ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ഇൻ സെറ്റിംഗ് അപ്പ് ഓഫ് ദ സ്ട്രക്ചർ ഓഫ് ട്രാൻസാക്ഷൻ. ഈ ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടി ഒരു മെർച്ചൻറ്റ് ബാങ്കിൻ്റെ, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൻ്റെ സഹായം ഒരു പക്ഷേ ഈ ഇഷ്യൂ ചെയ്യുന്ന ഇഷ്യൂവർക്കല്ല, നമ്മുടെ ഈ കമ്പനിക്ക് ആവശ്യമായിട്ട് വരാം. ഓക്കെ, ഒറിജിനേറ്റർക്ക് ആവശ്യമായിട്ട് വരാം. ഇതിന് വേണ്ടി സഹായിക്കുന്ന പാർട്ടിയാണ്, ബാങ്കാണ് അറേഞ്ചർ. ദെൻ അനദർ ദ ഇഷ്യൂവർ SPV ഇഷ്യൂ ട്രേഡബിൾ സെക്യൂരിറ്റീസ് ടു ഫണ്ട് ദ പർച്ചേസ്. അല്ലേ, പർച്ചേസിന് ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് SPV ആണ് സെക്യൂരിറ്റീസ് എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. ഇൻവെസ്റ്റർ പർച്ചേസ് ദ സെക്യൂരിറ്റീസ്. പബ്ലിക്കായിട്ടുള്ള ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ദേ വിൽ പർച്ചേസ് ദ സെക്യൂരിറ്റീസ് ഐദർ ത്രൂ പ്രൈവറ്റ് ഓഫറിംഗ് ഓർ ഫ്രം ദ ഓപ്പൺ മാർക്കറ്റ്. അല്ലേ, പ്രൈവറ്റായിട്ടോ അല്ലെങ്കിൽ ഓപ്പൺ സ്റ്റോക്ക് മാർക്കറ്റിലൂടെയോ ഇൻവെസ്റ്റേഴ്സ് ഈ SPVയിൽ നിന്ന്, സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ആരാണ് അല്ലേ, ഇത് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന കമ്പനിയാണ്, ഇഷ്യൂവറാണ്. ഈ ഇഷ്യൂവറിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സെക്യൂരിറ്റീസ് ഇൻവെസ്റ്റേഴ്സ്, പബ്ലിക് ഇൻവെസ്റ്റേഴ്സ് പർച്ചേസ് ചെയ്യുന്നത്. അനദർ ഏജൻസി ദാറ്റ് മേ കം ഈസ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി.
അല്ലേ? ഈ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസിനെ റേറ്റ് ചെയ്യുന്ന ഏജൻസിയാണ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി. ഇറ്റ് ഈസ് ടു പ്രൊവൈഡ് ആൻ എക്സ്റ്റേണൽ പെർസ്പെക്റ്റീവ് ഓൺ ദ ലാബിലിറ്റീസ് ബീങ് ക്രിയേറ്റഡ്. ഒരു പെർസ്പെക്റ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഹെൽപ്പ് ദ ഇൻവെസ്റ്റർ ടു മേക്ക് മോർ ഇൻഫോംഡ് ഡിസിഷൻ. ഏത് സെക്യൂരിറ്റി ആയാലും ക്രെഡിറ്റ് റേറ്റ് ചെയ്യാറുണ്ട്. ഇതുപോലെ ഈ സെക്യൂരിറ്റിയും ക്രെഡിറ്റ് റേറ്റ് ചെയ്യുന്ന ഏജൻസിയാണ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ്. ഓക്കെ, ദെൻ അനദർ ഏജൻസി ഈസ് ഗ്യാരണ്ടർ. സം ഡീൽസ് മേ ഇൻക്ലൂഡ് എ തേർഡ് പാർട്ടി ഗ്യാരണ്ടർ. ചില കേസുകളിൽ ഇവിടെ നമുക്കൊരു തേർഡ് പാർട്ടി ഗ്യാരണ്ടറെ വെക്കാൻ പറ്റും. ദ ഗ്യാരണ്ടർ പ്രൊവൈഡ് ഗ്യാരണ്ടി ഓർ പാർഷ്യൽ ഗ്യാരണ്ടി ഫോർ ദ അസറ്റ്സ്, ദ പ്രിൻസിപ്പൽ ആൻഡ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ്. ഇൻവെസ്റ്റേഴ്സിന് ഇൻട്രസ്റ്റും പ്രിൻസിപ്പലും അല്ലേ സ്ഥിരമായി കിട്ടുന്ന ഉറപ്പ് വരുത്തണം. ഇതിനു വേണ്ടി ഇടപെടുന്ന മറ്റൊരു ഏജൻസിയാണ് ഗ്യാരണ്ടർ എന്ന് പറയുന്നത്. ഹി ഈസ് വർക്കിംഗ് ഫോർ എ ഫീസ്. ഒരു ഫീസിൻ്റെ രൂപത്തിൽ റെമ്യൂണറേഷൻ വാങ്ങിക്കൊണ്ടാണ് ഗ്യാരണ്ടർ വർക്ക് ചെയ്യുന്നത്. ദെൻ അനദർ ടീം ഈസ് സർവീസർ. സർവീസർ ഈസ് the person, the company who collect the payments and monitors the assets. പേയ്മെൻറ്റുകൾ കളക്ട് ചെയ്യുന്ന അസറ്റ് മോണിറ്റർ ചെയ്യുന്ന ഏജൻസിയാണ് സർവീസർ. ക്യാൻ ഓഫൺ ബി ദ ഒറിജിനേറ്റർ. പലപ്പോഴും ഒറിജിനേറ്റർ തന്നെ സർവീസറുടെ ഡ്യൂട്ടി ചെയ്യും. കാരണം സ്വന്തം അസറ്റിൽ നിന്നുള്ള ഇൻകം കളക്ട് ചെയ്യുകയും അസറ്റിനെ മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്ന ആളാണ്. സോ ദ സർവീസർ ക്യാൻ ഓൾസോ ബി ദ ഓഫൺ ബി ദ ഒറിജിനേറ്റർ. ഒറിജിനേറ്റർ തന്നെ സർവീസറുടെ ഡ്യൂട്ടീസ് ചെയ്യാം. Okay, then let us discuss another topic, motives for securitization. Securitization എന്തിനാണ് ചെയ്യുന്നത് അല്ലേ? ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് ഇഷ്യൂവറുടെ പെർസ്പെക്റ്റീവ് വരികയാണെങ്കിൽ, ഇഷ്യൂ ചെയ്യുന്ന അല്ലേ പാർട്ട് വരികയാണെങ്കിൽ, ഇഷ്യൂ ചെയ്യുന്ന കമ്പനിയുടെ പാർട്ടിൽ നിന്ന് വരികയാണെങ്കിൽ, ഇറ്റ് റെഡ്യൂസസ് ദ ഫണ്ടിങ് കോസ്റ്റ്. ഫണ്ട് കളക്ട് ചെയ്യാനുള്ള കോസ്റ്റ് മറ്റു രീതിയിൽ കളക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് കോസ്റ്റ് ഉണ്ട്. ഇവിടെ കോസ്റ്റ് കുറവാണ്. ഇറ്റ് റെഡ്യൂസസ് ദ അസറ്റ് ലാബിലിറ്റി മിസ്മാച്ച്. ക്യാപിറ്റൽ സ്ട്രക്ചർ റീസ്ട്രക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഈ ഒരു ടൂൾ ഉപയോഗിക്കാവുന്നതാണ്. ഇറ്റ് ലോവർ ദ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് നമ്മൾ മറ്റു സോഴ്സിലൂടെ കളക്ട് ചെയ്യുന്ന ഫണ്ടിൻ്റെ റിക്വയർമെൻറ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. വല്ല എമർജൻസിയും വരികയാണെങ്കിൽ ഇങ്ങനെയുള്ള സോഴ്സ് ടാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് ക്യാപിറ്റൽ ഉപയോഗിക്കുക, ഇങ്ങനെ പറ്റും. ഇറ്റ് ലോക്ക് ഇൻ പ്രോഫിറ്റ്സ് അല്ലേ? നമുക്കൊരു അസറ്റിൽ നിന്ന് കിട്ടാവുന്ന പ്രോഫിറ്റുകളെ നമ്മൾ ഈ രൂപത്തിൽ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ മറ്റു പുറത്തേക്ക് പോവാതെ ലോക്ക് ചെയ്യപ്പെടാം. ദെൻ ട്രാൻസ്ഫർ റിസ്ക് അല്ലേ? നമ്മുടെ അസറ്റിൻ്റെ റിസ്ക് മറ്റുള്ള ആളുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓഫ് ദ ബാലൻസ് ഷീറ്റ് ഐറ്റം, ബാലൻസ് ഷീറ്റിൽ കാണിക്കാത്ത ഐറ്റമായിട്ട് ഇങ്ങനെ ഒരു അസറ്റ് വരുന്നത് കൊണ്ട് തന്നെ അത് ഒരു പ്രൈവറ്റ് ഫണ്ടായിട്ട് ഉപയോഗിക്കാം. ദെൻ ഏർണിങ്സ്, കമ്പനിയുടെ ഏർണിങ്സ് എന്ത് ചെയ്യുന്നുണ്ട് അല്ലേ എഷ്യൂർ ചെയ്യുന്നുണ്ട്. ദെൻ അഡ്മിസിബിലിറ്റി, ലിക്വിഡിറ്റി അല്ലേ, ദീസ് ആർ സം ഓഫ് ദ അഡ്വാൻറ്റേജസ് ടു ദ ഇഷ്യൂവർ. ദെൻ ഇഷ്യൂവർ ഹാസ് സം ലിമിറ്റേഷൻസ്, ജസ്റ്റ് ലൈക്ക് ഇറ്റ് മേ റെഡ്യൂസ് ദ പോർട്ട്ഫോളിയോ ക്വാളിറ്റി അല്ലേ? അവർ ക്രിയേറ്റ് ചെയ്യുന്ന പോർട്ട്ഫോളിയോയുടെ ക്വാളിറ്റി ചിലപ്പോൾ റെഡ്യൂസ് ചെയ്യപ്പെടാം. കോസ്റ്റ്ലി അല്ലേ? ഇത് കോസ്റ്റ്ലിയാണ് കാരണം ദർ ആർ ഡിഫറെൻറ്റ് പാർട്ടീസ് ഇൻവോൾവ്ഡ്, ദേ ഹാവ് ടു ബി പെയ്ഡ്. ദെൻ സൈസ് ലിമിറ്റേഷൻ, ഒരുപാട് ക്യാപിറ്റൽ ഈ സോഴ്സിലൂടെ കളക്ട് ചെയ്യാൻ പറ്റില്ല. സൈസ് ലിമിറ്റേഷൻ. ദർ ഈസ് റിസ്ക് ഓൾസോ. ഓക്കെ, ദെൻ സെക്യൂരിറ്റൈസേഷൻ ഹാസ് അഡ്വാൻറ്റേജസ് ടു ഇൻവെസ്റ്റേഴ്സിൻ്റെ പാർട്ടിൽ നിന്ന് പറയുകയാണെങ്കിൽ, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്? ഓപ്പർച്യൂണിറ്റി ടു പൊട്ടൻഷ്യലി ഏൺ എ ഹയർ റേറ്റ് ഓഫ് റിട്ടേൺ. നോർമൽ റേറ്റിനേക്കാൾ ഹയർ റിട്ടേൺ കിട്ടും. കാരണം പ്രോഫിറ്റബിൾ ആയിട്ടുള്ള അസറ്റിൽ നിന്നുള്ള ഇൻകം ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ഹയർ റിട്ടേൺ. ദെൻ ഓപ്പർച്യൂണിറ്റി ടു ഇൻവെസ്റ്റ് ഇൻ എ സ്പെസിഫിക് പൂൾ ഓഫ് ഹൈ ക്വാളിറ്റി അസറ്റ്സ്. സ്പെസിഫിക് ആയ അസറ്റ് തിരഞ്ഞെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും. പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ സാധ്യമാണ്. ഐസൊലേഷൻ ഓഫ് ക്രെഡിറ്റ് റിസ്ക് ഫ്രം ദ പാരൻ്റ് എൻറ്റിറ്റി അല്ലേ? ആ പാരൻ്റ് കമ്പനിയിൽ നിന്നുള്ള ക്രെഡിറ്റ് റിസ്ക് ഐസൊലേറ്റ് ചെയ്ത് കിട്ടും എന്നുള്ളതാണ്. ദെൻ ഇറ്റ് ഈസ് ഹാവിങ് സം ലിമിറ്റേഷൻ, റിസ്ക് ടു ദ ഇൻവെസ്റ്റേഴ്സ്, ജസ്റ്റ് ലൈക്ക് ലിക്വിഡിറ്റി പ്രോബ്ലം അല്ലേ? കമ്പനിയുടെ ലിക്വിഡിറ്റി പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ, അവരുടെ അല്ലേ ക്രെഡിറ്റ് വർത്തിനെസ് പോയി കഴിഞ്ഞാൽ, ഡീഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ ഇതൊക്കെ പ്രശ്നമാണ്. രണ്ട്, ഇവൻ്റ് റിസ്ക് എന്ന് പറയും. അതായത് പ്രീ പേയ്മെൻറ്റ്, കമ്പനി ചിലപ്പോൾ നേരത്തെ പൈസ തരാം. റീ ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യമല്ലാതായിട്ട് വരാം. ഏർലി അമോർട്ടൈസേഷൻ വരാം. കറൻസി ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലക്ച്വേഷൻ വരാം. കോൺട്രാക്ച്വൽ എഗ്രിമെൻറ്റിൽ അല്ലേ വല്ല റെസ്ട്രിക്റ്റീവ് കവണൻസ് ഉണ്ടാവാം. മോറൽ ഹസാർഡ്, ആ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മോറലായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവാം. ഇങ്ങനെ ഇവൻ്റ് റിസ്കുകളുണ്ട്. ആൻഡ് ഓൾസോ ദർ ആർ സർവീസർ റിസ്ക്, മറ്റു അല്ലേ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന മറ്റു പാർട്ടീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഡിഫോൾട്ടുകൾ ഉണ്ടാവാം. These are regarding the term securitization. Okay, we have
to go through what is securitization, and I think you have understood what is the term. You have got to the concept of securitization. Okay, thank you very much.